ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി പുഞ്ചേരി ചോറുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ മത്തങ്ങായും പരിപ്പും ഒക്കെ ഇട്ട് ഉടച്ച ഇന്നലത്തെ അതുമുണ്ട്. അതും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി നല്ല ചൂടാക്കി, മാഷാ അല്ലാ തബാറക്കല്ലാ. അപ്പോൾ ഞാനിവിടെ നല്ലൊരു ഞണ്ട് റോസ്റ്റാണ് നിങ്ങൾക്ക് വിഭവമായി ഇന്ന് കാണിക്കുന്നത്. ഞണ്ട് റോസ്റ്റ് കഴിക്കാം എല്ലാവർക്കും. അപ്പം എൻ്റെ ഉമ്മ വയ്ക്കുന്ന ഒരു ഞണ്ട് റോസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. മാഷാ അല്ലാ തബാറക്കല്ലാ. അപ്പോൾ ഇത് വാടട്ടെ കേട്ടോ. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ 5-6 ഉലുവയിട്ട് നല്ല പൊട്ടി ഏകദേശം നല്ല മൂത്ത് വരുന്നതിന് ശേഷം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നല്ല വഴറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വാടട്ടെ നന്നായിട്ട്. അപ്പം നമുക്ക് മൂടിയിടാം. അപ്പോൾ പച്ചപ്പൊക്കെ പോട്ടെ. അപ്പോൾ നിങ്ങൾ തക്കാളി, ലേഡീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നമ്മുടെ സ്വന്തം തക്കാളി അല്ലേ? എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ തക്കാളികൾ നമ്മൾ ധാരാളം ഉപയോഗിച്ചാൽ നമുക്ക് കിഡ്നിക്ക് കല്ല് വരും, മൂത്രത്തിൽ കല്ല് വരും, അങ്ങനെ ഓരോ അസുഖങ്ങൾ വരും. അപ്പോൾ ഞാനിവിടെ തക്കാളിയുടെ പൾപ്പ് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം, പൾപ്പെന്ന് പറഞ്ഞാൽ ആ പരിപ്പ് പോലത്തത് കളഞ്ഞതിന് ശേഷമാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അത് ആണുങ്ങൾക്ക് കൂടുതൽ കഴിച്ചാൽ കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവത്തില്ല. കല്യാണം ഇപ്പോൾ കഴിച്ച പിള്ളേരൊക്കെ ആണെങ്കിലും ചെറുപ്പകാലം മുതൽ തന്നെ തക്കാളി മക്കൾക്ക് കുറച്ച് കൊടുക്കുക. തക്കാളി അഥവാ ഇടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൾപ്പ് ഏതൊരു ഇതിനും നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ തക്കാളിയുടെ പൾപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കുക. തക്കാളിയുടെ കുരു അല്ലേ? അപ്പോൾ ഞാൻ ഇത് കണ്ട തക്കാളിയുടെ പൾപ്പ് കളഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മാഷാ അല്ലാ തബാറക്കല്ലാ. ഇവിടെ ഇരുട്ടത്തിരുന്ന് ഉണ്ടാക്കിയപ്പം പെട്ടെന്ന് എൻ്റെ കൈ അങ്ങോട്ട് മുറിഞ്ഞ് കിട്ടാം. എന്നാൽ അൽഹംദുലില്ലാ, സാരമില്ല. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് നല്ല വാടട്ടെ കേട്ടോ. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് പച്ചപ്പ് കളയാൻ നല്ല ശരിക്കും വാടട്ടെ. അപ്പോൾ നമ്മുടെ സ്വന്തം ഞണ്ട് കേട്ടോ, മാഷാ അല്ലാ തബാറക്കല്ലാ, നല്ല വൃത്തിയായിട്ട് കഴുകി വേവിച്ച്, അതായത് നമ്മൾ ഇങ്ങനെ ഈ പാത്രം വെച്ചിട്ട് ഞാൻ ഈ പാത്രം വെച്ച് ഊറ്റി എടുത്തതാണ് കേട്ടോ. ഊറ്റുപാത്രത്തില്ലേ മറ്റേ ചിപ്പിലി, അതായത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, വെള്ളം വാർന്ന് അല്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചരിച്ച് വെള്ളം വാർന്ന് കളഞ്ഞ്, നമ്മൾ ചോറൊക്കെ ഇങ്ങനെ വെള്ളം വാർന്ന് ഇങ്ങനെ ഊറ്റത്തില്ല, അങ്ങനെ ഊറ്റി കളഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചാണ്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അൽഹംദുലില്ലാ. അപ്പം ഇതിനായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പിന്നെ വറുത്ത പെരിഞ്ചീരകവും ഒരു 5-6 മല്ലിയും കൂടെ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയോ, കുടംപുളി ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് തരിക. ഇതിനകത്ത് കിടക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ഇതിനകത്ത് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊക്കെ പോയാന്ന് നമുക്ക് നോക്കാം. നല്ല വാടണം. ഞാനിപ്പം ആരെയും പഠിപ്പിക്കാനായിട്ടൊന്നും വന്നേന്നും അല്ല കേട്ടോ. എനിക്ക് പാചകമൊന്നും അറിയത്തൊന്നുമില്ല, എങ്കിലും എൻ്റെ ഒരു ചെറിയ അറിവൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഇഷ്ടമായാൽ ഫോളോ ചെയ്ത് ഹൃദയം തരാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ഞണ്ട് റോസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. നാച്ചുറൽ കേട്ടോ, വളരെ നാച്ചുറൽ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ എനിക്ക് ഒടിക്കാനൊന്നും പറ്റിയില്ല. ഇത് നല്ല വൃത്തിയായിട്ട് ഫ്രഷായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം ഇല്ലാതെ കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം മത്തങ്ങായും പരിപ്പും ഇട്ടുടച്ചത്, മത്തങ്ങായും വൻപയറിടാം എല്ലാം. ഞാൻ നേരത്തെ തന്നെ രാവിലെ തന്നെ കുതിർത്താനിട്ടിട്ട് എടുത്തതാണ് കേട്ടോ. പരിപ്പാണെങ്കിലും പയറാണെങ്കിലും എന്ത് നമ്മൾ ഇതാക്കിയാലും മുളപ്പിച്ച് കഴിക്കുന്ന ഏറ്റവും ഉത്തമമാണ് കേട്ടോ. നല്ല വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തവിടെണ്ണ ഒഴിക്കാം. പിന്നെ എന്തെണ്ണയാ പറ, ഒലിവ് ഓയിൽ, തവിടെണ്ണ, അല്ലെ ഉരുക്ക് വെളിച്ചെണ്ണ,
സാദാ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഓയിൽ ഇതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ. ഇത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. വെറുതെ പറയുന്ന കൊളസ്ട്രോളൊക്കെ ഉണ്ടാവുമെന്ന്. വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്, നമ്മളെ ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ എല്ലാം നമ്മൾ ഒരു മിനിമം അത്രയാണ്. ഇത് നന്നായിട്ട് വാടണം കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം എന്താ പറയുക, വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായി പോവും ഇനിയും വാടിക്കൊണ്ട് നിന്നാൽ. അപ്പം നിങ്ങൾ വാട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നന്നായിട്ട് ഒന്നും കൂടി ശരിക്കും വാട്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒരു പച്ച ചൊവ്വയൊക്കെ വരും. അപ്പം എൻ്റെ ഫോണിൽ മെമ്മറി ഇതിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് നല്ല വാട്ടി തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, കൊച്ചുള്ളി എല്ലാം കൂടെ ഇട്ട് വഴറ്റിയതാണ് കേട്ടോ. ഒരു 4 സവോള എടുക്കുവാണെങ്കിൽ നല്ലൊരു പിടി കൊച്ചുള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം, മറക്കരുത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഞണ്ടെടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ചൂടുണ്ടെന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഇടത് കൈ കൊണ്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വലത് കൈ കൊണ്ട് തന്നെ പതുക്കെ ഞാൻ എടുത്തു വെച്ചത്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഞണ്ട് നമ്മളെ ഒടിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. കാര്യം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും വിശന്നിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് കേട്ടോ. വലിയ ഞണ്ട് കിട്ടിയപ്പോഴത്തേക്ക് ഇത് നല്ല മൂടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഇതാവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് മുളക്, മഞ്ഞൾ, പെരിഞ്ചീരകം, മല്ലി എല്ലാം വറുത്ത് പൊടിച്ചിടാം. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഏഴ് കൈ കൊണ്ടേ ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നല്ല ചൂടാണ്, ഗ്യാസ് ചരിയുന്നുണ്ട്. ഈ എണ്ണയിൽ പച്ചവെള്ളം തൊടാതെ തന്നെ ഇത് നല്ല ഇതായിട്ട് എടുക്കുക കേട്ടോ, ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഇവിടെ ഇച്ചിരി ചാറ് വേണം എല്ലാവർക്കും കൂട്ടാനായതുകൊണ്ട്. ആ എണ്ണയിൽ നമ്മൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇതാക്കി എടുക്കാം. ഇതൊക്കെ പൊത്തി ഇങ്ങനെ നല്ല പൊത്തി മൂടിയിട്ട് നമ്മൾ ഇതാക്കണം. വീണ്ടും പച്ചപ്പ് കളയുക. ശേഷം നമുക്ക് കുടംപുളി ഇട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് വേവാനുള്ള സമയം കൊടുക്കണം. ഇത് ഞണ്ട് ഒരു 20 മിനിറ്റ് എടുത്ത് വേവിച്ചതാണ്, ഉപ്പും മഞ്ഞളും ഇട്ട്. ഇതൊരു 15 മിനിറ്റും കൂടെ മതി. അപ്പോൾ സെറ്റാവും. കുടംപുളി ഇട്ടിട്ടുണ്ട്. ഞണ്ടിൽ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് ഒരു തുള്ളി മതി. ഉപ്പ് ആഹാരത്തിൽ വളരെ കുറയ്ക്കുക കേട്ടോ. നമുക്ക് ഉപ്പിടാം, ഇച്ചിരി തുള്ളി ഉപ്പിട്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് കറി നല്ല തിളക്കട്ടെ. ഇതാണ് ഇമ്മാൻ്റെ ഞണ്ട് കറി കേട്ടോ. നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ, തനി നാച്ചുറൽ.
ഇഷ്ടമായാൽ ഹൃദയം തരാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ. ഫോളോ മീ കേട്ടോ. കറിവേപ്പില ധാരാളം ഇടുക കേട്ടോ. അപ്പോൾ ശരി, ബൈ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്. ബൈ.